Hi everybody. രായ, ഗുഡ് മോർണിംഗ് രായ. ഈ കണ്ടമാനം നെഞ്ഞിന് വെള്ളം വീണതുകൊണ്ടും കുറേ സമയം തണുപ്പിൽ നിന്നതുകൊണ്ടും ഉമിനീരിറക്കുമ്പോൾ വേദന, ചെസ്റ്റ് ഇൻഫെക്ഷനൊക്കെ വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഒരു ഇത് ആൻറ്റിബയോട്ടിക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതുകൂടാണ്ട് നമുക്ക് ഈ ശ്വാസം എടുക്കുമ്പോൾ പിന്നെ താഴേക്കുള്ളൊരു തൃപ്തിയില്ലേ, അത് കിട്ടുന്നില്ല. ഒരു ശ്വാസം എടുത്തു കഴിഞ്ഞാൽ ഒരു തൃപ്തിയില്ല. അപ്പം അതുകൊണ്ട് വെള്ളമൊഴിക്കാൻ പറ്റുന്നില്ല, ശരീരത്തിൽ വെള്ളമൊഴിക്കാൻ പറ്റുന്നില്ല. പല ആളും ആ വെള്ളമൊഴിക്കലിനെ പല തരത്തിലും വ്യാഖ്യാനിക്കലുണ്ട്. അതൊന്നും എനിക്ക് പ്രശ്നമല്ല, പക്ഷെ പറ്റുന്നില്ല. 15 ദിവസമായിട്ട് തുടർച്ചയായിട്ട് ഒഴിച്ചു, മണിക്കൂറുകളോളം. നമ്മൾ വീഡിയോ എടുക്കുമല്ലേ ഇന്ന്, ആ വീഡിയോ എടുക്കുന്ന ടൈം അത്രയും ആ വെള്ളത്തിൽ പോകുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം പറ്റുന്നില്ല. ഇനി എനിക്ക് പറയാനുള്ളത്, ഈ 9 വർഷമായിട്ട് സർക്കാർ ജീവനക്കാർക്ക് എന്ത് ആനുകൂല്യം തന്നിട്ടാണ് അകാരണമായിട്ട് തുച്ഛമായ പൈസയും തന്ന് ജീവിക്കാൻ പോലും ഇല്ല പൈസ തരാതെ എന്തടിസ്ഥാനത്തിലാണ് നമ്മളടുത്ത് ഗുണ്ടായിസം കളിക്കുന്നത്? സർക്കാർ. ഇനി പറയേണ്ടതെല്ലാം സർക്കാരാണ്. എന്തുകൊണ്ടാണ് സർക്കാർ ഇങ്ങനെ ഗുണ്ടായിസം കളിക്കുന്നത്? സാധാരണ ജീവനക്കാരോട് ഒരാനുകൂല്യം തരാതെ ഈ 9 വർഷമായിട്ട് നിങ്ങൾ എന്ത് തന്നു? ഇവിടെ ആയിരക്കണക്കിന് രൂപ കൂടുതൽ വേണ്ട എല്ലാ സംവിധാനവും ആയിക്കഴിഞ്ഞു പണ്ട്. അതായത് ഓരോ വർഷവും ഓരോ കാര്യത്തിൻ്റെ മേലെ 1000 കൂടുതൽ വരുന്ന 10,000 രൂപ ഉണ്ടായാലും കൂടി ഒരു ഷോപ്പിൽ പോകാൻ പറ്റൂല. സർക്കാരിൻ്റെ ഒരു സ്ഥാപനത്തിലും ഒരു ധാന്യങ്ങളും ഒരു കുന്തവുമില്ല, ഒന്നുമില്ല. എല്ലാം വെടിയേറ്റ ആനേൻ്റെയും വെടിയേറ്റ കടുവേൻ്റെയും വെടിയേറ്റ സിംഹത്തിൻ്റെ അവസ്ഥയാണ്. അങ്ങുമല്ല ഇങ്ങുമല്ല, നിശ്ചലാണ്. അപ്പം അങ്ങനെ എങ്ങനെയോ ജീവിക്കുന്ന സർക്കാർ ജീവനക്കാരെ ഇങ്ങനെ പീഡിപ്പിച്ച് പുറത്താക്കാൻ എന്തിനാണ് ഈ സർക്കാർ കൂട്ടുനിൽക്കുന്നത്? സർക്കാർ കൂട്ടുനിൽക്കാതെ ഇത്തരത്തിലുള്ള സർവീസ് സംഘടനകൾ ഇങ്ങനെയുള്ള തെമ്മാടിത്തരങ്ങൾ കൃത്യമായ രേഖയുണ്ടായിട്ടും എവിഡൻസ് ഉണ്ടായിട്ടും ഇതുപോലെയുള്ള തെമ്മാടിത്തരങ്ങൾ നടത്തൂല. പിന്നെ ഇപ്പോൾ എൻ്റെ വീഡിയോൻ്റെ താഴെ കമൻ്റ് ഇടാൻ വേണ്ടിയിട്ട് കുറച്ച് തെമ്മാടികൾ ഇറക്കിയിട്ടുണ്ട് കണ്ണൂരിൽ നിന്ന്. ഞാനിപ്പോൾ അയാൾക്കെതിരെ അവിടുത്തെ ഒരു ജീവനക്കാരൻ എൻ്റെ അമ്മക്ക് വിളിച്ചിട്ടുണ്ട് ഇന്നലെ. അതുമൊക്കെ ആയിട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് പോകാനാണ് നിൽക്കുന്നു. അതിന് മുന്നേ വീഡിയോ ഇടുവാണ്. നിയമപോരാട്ടത്തിന് പോകുന്നു. അപ്പം എല്ലാവരും എന്നോട് ചോദിക്കുന്നത്, നിങ്ങളെ സസ്പെൻഷൻ എന്തുകൊണ്ടാണ് നിങ്ങൾ കോടതി പോവാത്തേന്ന്. എന്നെ കോഴിക്കോടേക്ക് അകാരണമായിട്ട് ഒരു തെണ്ടിക്ക് വേണ്ടിയിട്ട്, ഒരു പെണ്ണുപിടിന് വേണ്ടിയിട്ട്, ഒരു സെക്ഷൽ ഹരാസ്മെൻറ്റ് ചുമരിൻ്റെ മേലെ എഴുതിയിട്ടവന് വേണ്ടിയിട്ട് ഇവരെന്നെ ട്രാൻസ്ഫർ അടിച്ചു. അപ്പം ഈ സസ്പെൻഷന് നിങ്ങൾ എന്തുകൊണ്ടാണ് പോവാത്തതെന്ന് എല്ലാവരും ചോദിക്കുന്നത്. സാധാരണ ഹൈക്കോടതിയിൽ ഒരു വക്കീലിനാക്കാനും കേസ് പറയാനും ശമ്പളമൊന്നുമില്ലാതെ പുറത്ത് നിൽക്കുന്ന ഒരാൾക്ക് പറ്റുമോ? ഇനി നമ്മളെങ്ങനെയെങ്കിലും പൈസയൊക്കെ ആക്കി ചെയ്യും. പക്ഷേ നമുക്ക് എന്തെങ്കിലും നമ്മളെ ഭാഗത്ത് തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ നമ്മൾ കോടതിയിലും പോലീസ് സ്റ്റേഷനിലെല്ലാം പോയി നമുക്കുള്ള ഭാഗം നമ്മൾ തെളിയിക്കണം. ഈ സർവീസ് സംഘടന കാണിക്കുന്ന തെമ്മാടിത്തരത്തിനെയും ഗുണ്ടായിസത്തിനെയും പെണ്ണ് പിടിക്കുന്നതിനും നമ്മളെന്തിനാ കോടതി പോകുന്നത്? ഈ സർവീസ് സംഘടന KGOയും സർക്കാരിൻ്റെ സർവീസ് സംഘടനയായ KGOയും സർക്കാരിൻ്റെ സർവീസ് സംഘടനയായ NGO യൂണിയനും കണ്ണൂർ എഞ്ചിനീയറിംഗ് കോളേജിൽ നടത്തുന്ന ഗുണ്ടാവിളയാട്ടത്തിനും ഗുണ്ടായിസത്തിന് നമ്മളെന്തിനാ കോടതി പോകുന്നു? നമ്മളെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അത് ക്ലിയർ ആക്കിയിട്ട് സർക്കാരിനെ ബോധിപ്പിക്കാനുള്ള ബാധ്യത നമുക്കുണ്ട്. രണ്ടാമത് സസ്പെൻഷൻ അടിച്ചത് മുഖ്യമന്ത്രിൻ്റെ പേരിലാണ്.
അതും കൂടി മുഖ്യമന്ത്രി മനസ്സിലാക്കണം. കേരള മുഖ്യമന്ത്രിൻ്റെ പേരിൽ എന്നെ സസ്പെൻഷൻ അടിച്ചിട്ടുണ്ട്. ഈ കേരളത്തിലെ സർക്കാർ സ്ഥാപനങ്ങളിലെ പാർട്ടീൻ്റെ പേര് പറഞ്ഞിട്ട് ഉള്ള സർവീസ് സംഘടനകളെ തെമ്മാടിത്തരും ഗുണ്ടായിസും പെണ്ണ് പിടിയും എത്രയും പെട്ടെന്ന് മുഖ്യമന്ത്രി ഇടപെട്ട് നിർത്തണം. മുഖ്യമന്ത്രി ഇടപെട്ട് നിർത്തണം. ഇവരെ ഇരയാവാനൊന്നും നമ്മളെ കിട്ടൂല, എന്നെ കിട്ടൂല. കണ്ണൂർ എഞ്ചിനീയറിംഗ് കോളേജിലെ ഗുണ്ടായിസത്തിന് ഇരയാവാനും ഇവരിങ്ങനെയാന്ന് തെളിയിക്കാൻ നടക്കലൊന്നല്ല എൻ്റെ പണി. ഇതിനുത്തരം സർക്കാർ പറയേണ്ടി വരും. ഇത് ശക്തമായ വാണിംഗ് ആണ്. ഇത് ഭരണ സംവിധാനത്തിനുള്ള വാണിംഗ് ആണ്. സർക്കാർ ജീവനക്കാര് പൈസ അങ്ങോട്ട് പറ്റി, സർക്കാർ ജീവനക്കാരെ പണം അങ്ങോട്ട് പറ്റിയിട്ട് സർവീസ് സംഘടനകൾ നടത്തുന്ന ഗുണ്ടായിസത്തിന് സർക്കാർ കൂട്ട് നിൽക്കുന്നു. നമ്മളെ ശമ്പളത്തിൽ നിന്ന് ഫണ്ട് പിരിച്ച്, സംഘടനാ പ്രവർത്തനം എന്ന് പറഞ്ഞ ഫണ്ട് പിരിച്ച് ഇവരെ തറവാടും ഇവരെ സ്വന്തം കാര്യത്തിനും പണം എടുക്കുക. എന്നിട്ട് പേര് സംഘടനാ പ്രവർത്തനം എന്ന്. എന്നിട്ട് ഇവർ കുറേ പാവങ്ങളെ ജീവനക്കാരെ വിളിച്ചിട്ട് ഒരു ചോറും എന്തോ ചിക്കൻ കറി എന്താണെന്നറിയില്ല, ഞാൻ കഴിക്കലില്ല, ഒരു വെള്ളം അങ്ങ് ഒഴിച്ചു കൊടുക്കും ഒരു കൊല്ലത്തിലൊരിക്കൽ. ബാക്കിയുള്ള സുഖസൗകര്യങ്ങളും വെള്ളടിയും പെണ്ണും കറക്കും ബിരിയാണി തിന്നലും എല്ലാം പാവങ്ങളെ പൈസേനെ കൊണ്ട് സംഘടനകൾ. എന്തിൻ്റെ പുല്ലിൻ്റെ സംഘടന? എന്തിനാ ഈ സംഘടനകൾ സാധാരണ ജീവനക്കാരെ പ്രോത്സാഹിപ്പിക്കുന്നത്? പേടിച്ചിട്ടില്ല മെമ്പർഷിപ്പ് എന്തിന്? ഞാനാണ് എന്ന് പറയാനില്ല തൻ്റെ ഇടം കാണിക്കാത്ത ജീവനക്കാർ എന്തിനാ ഇനി നിൽക്കുന്നത്? എന്തിനാ സർക്കാരിൻ്റെ സംഘടനാ ജീവനക്കാർ? സംഘടന എന്തിന്? ജീവനക്കാർക്ക് ഒരു ഗുണമില്ലാത്ത ഈ സംഘടന എന്തിന്? അത് പറ. ജോയിൻ ചെയ്യുന്നതിന് മുമ്പിലെ സംഘടനേൻ്റെ മെമ്പർഷിപ്പ് പോയിട്ട് പിടിക്കലാണ്, ഇവർ പിടിച്ചെടുക്കലാണ്. ഈ ജോയിൻ ചെയ്യുന്നവർക്ക് അറിയില്ല സർവീസ് സംഘടന വേണോ, ഓരോ സംഘടന എന്ന്. പിന്നെ ഒരു പുല്ലിനും കൊള്ളാത്ത പ്രതിപക്ഷ സംഘടന, ഒരു വസ്തുവിന് കൊള്ളാത്ത പ്രതിപക്ഷ സംഘടന. എപ്പോഴും ഓപ്പോസിറ്റുള്ള ആൾ ശത്രുശക്തനാണെങ്കിൽ ഇപ്പുറത്തുള്ളാക്ക് നമുക്ക് ശക്തമായിട്ട് ഏറ്റുമുട്ടാനാവും. ഇത് അടിച്ചമർത്തൽ, ഗുണ്ടായിസം കേരളത്തിലെ ഭരണത്തിന് കൂട്ടുപിടിച്ചിട്ട് പല സർക്കാർ സംവിധാനത്തിലും ഗുണ്ടായിസം നടക്കുന്നു. സർക്കാരിൻ്റെ മറവിൽ സർവീസ് സംഘടനകളായ KGOയെ, NGO യൂണിയൻ പോലെയുള്ള സർവീസ് സംഘടനകൾ ഗുണ്ടായിസം കാണിക്കുന്നു. അന്നത് ഒരു എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്ന് ഒരുത്തൻ എനിക്കെതിരെ ട്രാൻസ്ഫറും സസ്പെൻഷനും ഉളുപ്പില്ലാതെ അടിക്കുന്ന തെണ്ടി രായൻ, ഉളുപ്പില്ലാതെ അങ്ങ് അടിക്കും അവൻ. ഇതൊരു ജീവനക്കാരിയാണെന്നും ഇവർക്ക് ഈ സ്ഥാപനത്തിൽ നിന്ന് ഇത്രയും വലിയ പ്രശ്നം ഉണ്ടായിട്ടുണ്ടെന്നും അറിഞ്ഞും കൊണ്ട് അവൻ എനിക്കെതിരെ ഇത് രണ്ടും അടിച്ചു. ഇവനെ ഞാൻ നോക്കിക്കൊണ്ടിരിക്കണോ? ഇവനെതിരെ ഞാൻ കോടതി പോകണോ? ഇവൻ മുഖ്യമന്ത്രിനെ അപമാനിച്ചു എന്ന് പറഞ്ഞിട്ട് എന്നെ സസ്പെൻഷൻ അടിച്ചത്. ഇവൻ ആര്? മുഖ്യമന്ത്രി പറയണം അതിൻ്റെ ഉത്തരം. ഈ രായൻ ആര്? ഇവൻ ആര്? അത് മുഖ്യമന്ത്രി പറയണം. ഇവൻ ആര്? മുഖ്യമന്ത്രിൻ്റെ പേര് പറഞ്ഞിട്ട് എന്നെ സസ്പെൻഷൻ അടിക്കാൻ ഇവനാര്? മുഖ്യമന്ത്രി അറിഞ്ഞിട്ടുണ്ടോ ഇത്? ഈ മുഖ്യമന്ത്രി ഇത് വല്ലതും അറിയുന്നുണ്ടോ? മുഖ്യമന്ത്രിൻ്റെ പേര് പറഞ്ഞിട്ട് പെണ്ണുങ്ങളെ പീഡിപ്പിക്കുന്നുണ്ട്. കേരള മുഖ്യമന്ത്രിൻ്റെ പേര് പറഞ്ഞിട്ട് ഭീഷണിപ്പെടുത്തിയിട്ട് പെണ്ണുങ്ങളെ പീഡിപ്പിക്കുന്നുണ്ട് കണ്ണൂര്. മുഖ്യമന്ത്രിൻ്റെ പേര് പറഞ്ഞു, മുഖ്യമന്ത്രിനെ അപമാനിച്ചു എന്ന് പറഞ്ഞിട്ട് എനിക്ക് സസ്പെൻഷൻ അടിച്ചത്. എവിടെയാണ് ഞാൻ മുഖ്യമന്ത്രിനെ അപമാനിച്ചത്? എനിക്ക് എൻ്റെ കാര്യം കേരള മുഖ്യമന്ത്രിയോട് അല്ലാണ്ട് തമിഴ്നാട് മുഖ്യമന്ത്രിയോട് പോയിട്ട് പറയാൻ പറ്റുമോ? എനിക്കില്ല പ്രതിഷേധം എൻ്റെ നാട് ഭരിക്കുന്ന ആളോടല്ലേ ഞാൻ പറയേണ്ടത്. അല്ലാണ്ട് എനിക്ക് തമിഴ്നാട്ടിൽ പോയിട്ട് പറയാൻ പറ്റുമോ? കർണാടകയിൽ പോയിട്ട് പറയാൻ പറ്റുമോ? എന്നെ എഞ്ചിനീയറിംഗ് കോളേജിൽ ദ്രോഹിക്കുന്നത് എൻ്റെ മുഖ്യമന്ത്രിനെ പ്രതിഷേധം അറിയിക്കാനല്ലാണ്ട് ഞാൻ അന്യ സംസ്ഥാനത്തെ മുഖ്യമന്ത്രിൻ്റെ അടുത്ത് പോകാൻ പറ്റും? എനിക്ക് ഞാൻ വേണ്ടി വന്നാൽ ഡൽഹിയിലെത്തും, അത് വേറെ കാര്യം. ഞാൻ വേണ്ടി വന്നാൽ ഡൽഹിയിലെത്തും. എൻ്റെ ആവശ്യത്തിന് ഞാൻ വോട്ട് ചെയ്ത് ഞാൻ ടാക്സ് കൊടുക്കുന്ന എൻ്റെ കയ്യിൽ നിന്ന് ഉളുപ്പില്ലാണ്ട് പൈസ പിരിച്ചിട്ട് സംഘടനാ പ്രവർത്തനം നടത്തുന്ന തെമ്മാടികൾ എന്തെങ്കിലും അങ്ങ് എഴുതി വിടുമ്പോൾ ഇത് മുഖ്യമന്ത്രി അറിയണ്ടേ?
ഇത് മുഖ്യമന്ത്രി എന്താ അറിയാത്ത? അല്ല, അറിഞ്ഞിട്ട് അറിയാത്ത പോലെ ഇപ്പം പിന്നെ മയക്ക് വെടിയേറ്റ മൃഗത്തിൻ്റെ അവസ്ഥയാണോ? ആണെങ്കിൽ ഇതുപോലെ ഇല്ലവരെ പിടിച്ചു കെട്ടാൻ വേറെ ആളെ ഇറക്കേണ്ടി വരും. ഇതുപോലില്ല കണ്ണൂർ ലോബീനെ പിടിച്ചു കെട്ടാൻ പറ്റിയ ആളെ കേന്ദ്രത്തിൽ നിന്ന് ഇറക്കും. ഇത്രയും നിശ്ചലമായിട്ട് മുഖ്യമന്ത്രിൻ്റെ പേര് പറഞ്ഞിട്ട് കണ്ണൂർ എഞ്ചിനീയറിംഗ് കോളേജിൽ ഒരാളെ ദ്രോഹിച്ച് പുറത്തിട്ടിട്ടുണ്ട്. അത് മുഖ്യമന്ത്രി അറിയില്ലേ? അറിഞ്ഞിട്ടില്ലെങ്കിൽ അത് അറിയിപ്പിക്കാനുള്ള വഴിയുണ്ട്. അങ്ങോട്ട് വരാം അറിയിക്കാൻ, മുഖ്യമന്ത്രീനെ അറിയിക്കാൻ അങ്ങോട്ട് വരാം. പിന്നെ കൂടുതൽ ദ്രോഹിക്കുന്നു, സോഷ്യൽ മീഡിയ വഴി എന്നെ അപമാനിക്കുന്നു. കണ്ണൂർ ലോബി സോഷ്യൽ മീഡിയ വഴി എന്നെ അപമാനിക്കുന്നു. കൂടുതൽ എടുത്ത് പുറത്തിട്ടു. മുഖ്യമന്ത്രിൻ്റെ പേര് പറഞ്ഞിട്ട് പെണ്ണുങ്ങളെ പീഡിപ്പിക്കുന്നു. കേരള മുഖ്യമന്ത്രിൻ്റെ പേര് പറഞ്ഞിട്ട് പെണ്ണുങ്ങളെ പീഡിപ്പിക്കുന്നു. ഇതെവിടെ നടക്കല്? ഏത് സംസ്ഥാനത്ത് നടക്കല്? ഞാൻ മുഖ്യമന്ത്രിനെ അപമാനിച്ചു എന്ന് പറഞ്ഞിട്ട് എന്നെ പീഡിപ്പിക്കുന്നു. അത് കേരള മുഖ്യമന്ത്രി അറിയില്ല എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര അതിശയാണല്ലോ. അതൊരു തട്ടിപ്പാണല്ലോ, വെട്ടിപ്പാണല്ലോ. ഞാൻ അറിയാണ്ട് എൻ്റെ പൈസ എഴുതി വാങ്ങുന്ന പോലെ ആയിപ്പോയല്ലോ അത്. എത്രയോ കേസിലെ പ്രതികൾ സംസ്ഥാനത്ത് ജോലി ചെയ്യുന്നു. എത്രയോ സംഘടനേൻ്റെ പേരും പറഞ്ഞിട്ട് ഓപ്പോസിറ്റിലെ രാഷ്ട്രീയ നേതാക്കളെ തെറി വിളിക്കുന്ന സംഘടനക്കാർ, അതും ജോലി സമയത്ത് ഓഫീസിൽ വന്നിട്ട് തെറി വിളിക്കുന്നു മറ്റ് പ്രതിപക്ഷ നേതാവിനെയും ടീമിനെയും. അത് നടക്കുമോ? ജോലി സമയത്ത് ഓഫീസിൽ എഴുതുന്നവരെയും പണിയെടുക്കുന്നവരെയും മുന്നിൽ വന്നിട്ട് പല ഓഫീസിലും കയറി ഇറങ്ങിയിട്ട് സംഘടനക്കാർ മറ്റ് ഓരോ സ്ഥാനത്ത് ഇരിക്കുന്നവരെല്ലാം പൂരത്തെറി വിളിക്കുന്നു. അപ്പം അവരിന്ന് എന്തുകൊണ്ട് സസ്പെൻഷൻ അടിക്കാത്ത മുഖ്യമന്ത്രി? എന്തുകൊണ്ട് അവർക്ക് മുഖ്യമന്ത്രി സസ്പെൻഷൻ കൊടുക്കാത്ത? ഞായറാഴ്ചയാണെങ്കിലും ഒക്കെ വർക്കിംഗ് സമയത്ത്, ഓഫീസിലെ പ്രവർത്തന സമയത്ത് NGO യൂണിയൻ്റെ ആൾക്കാർ കയറി വന്നിട്ട് പ്രസംഗിക്കുന്നു. പ്രതിപക്ഷ നേതാവിനെയും മറ്റ് ആൾക്കാരൊക്കെ തെറി വിളിക്കുന്നു. പ്രധാനമന്ത്രിനെ വിളിക്കുന്നു, കേന്ദ്രമന്ത്രിനെ വിളിക്കുന്നു. അതും ജോലി സമയത്ത്. അത് പറ്റുമോ? ഞാനിതൊക്കെ സ്വയം ആലോചിച്ച് നോക്കി. അത് പറ്റുമോ? ജോലി സമയത്ത്. പിന്നെ ലോക്കൽ നേതാക്കന്മാർ വരുമ്പോൾ നിർബന്ധമായിട്ട് നമ്മളെല്ലാം ജോലി സമയത്ത് ഓഡിറ്റോറിയത്തിലേക്ക് വിളിക്കുന്നുണ്ടല്ലോ. അത് പറ്റുമോ? എന്താണ് സംഘടനാ പ്രവർത്തനം എന്ന് പറ. ജീവനക്കാരെ കയ്യിൽ നിന്ന് പൈസ പിരിച്ചിട്ട് ജീവനക്കാരെ ദ്രോഹിക്കുന്നു. സെക്ഷൽ ഹരാസ്മെൻറ്റ് നടത്തിയ പ്രതിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന പോലീസ് സ്റ്റേഷനിലേക്ക് വിളിക്കുന്നു, അയാളെ സംരക്ഷിക്കുന്നു. ഈ സെക്ഷൽ ഹരാസ്മെൻറ്റ് നടത്തിയ പ്രതിനെ കൂട്ടുപിടിക്കുന്നവർക്കും എല്ലാം ഇത് തന്നെ അസുഖം. കുറേ എവിഡൻസ് ഞാൻ പറഞ്ഞിട്ടുണ്ട് എൻ്റെ പല വീഡിയോയിലും. ശരിക്കും മുഖ്യമന്ത്രി ചെയ്യേണ്ടത് സർക്കാർ ജീവനക്കാർക്കായിട്ടൊരു വേശ്യാലയം തുടങ്ങിക്കൊടുക്കുക. കണ്ണൂർ ഇവർ അസ്വസ്ഥത തീർക്കാൻ പറ്റിയൊരു വേശ്യാലയം തുടങ്ങിക്കൊടുക്കുക കണ്ണൂർ. എന്നിട്ട് മെഡിസെപ്പ് പോലെ സർക്കാർ ജീവനക്കാരുടെ അടുത്ത് തന്നെ അതിൻ്റെ പൈസ ഈടാക്കുക മാസം. ഇതിന് യാതൊരു ഉപാധിയില്ലാതെ എല്ലാവരും പൈസ ഇടക്കും. മെഡിസിപ്പ് അനാവശ്യമായിട്ടാണ്. ഞാനൊന്നും ഇന്ന് വരെ മെഡിസിപ്പിൻ്റെ 10 രൂപ വാങ്ങേണ്ടി വന്നിട്ടില്ല. എൻ്റെ ആ പൈസയൊക്കെ സർക്കാരിലേക്ക് വെറുതെ പോകുന്നു. ഇതൊക്കെ ഒരു തരം ആളപ്പറ്റിക്കലാണ്, ആളപ്പറ്റിക്കൽ. അതേപോലെ ഇപ്പോൾ സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ, അതും ആളപ്പറ്റിക്കലാണ്. ചിലപ്പോൾ ആ കാലത്ത് ഇവർ ജീവിച്ചിരിക്കണം എന്നുണ്ടോ? ഈ പൈസ കൊടുത്തവർ ജീവിച്ചിരിക്കുമ്പം അനുഭവിക്കാനുള്ളതല്ലേ നമ്മൾ അധ്വാനിക്കുന്ന പൈസ. ഇത് ജീവിച്ചിരിക്കുമ്പോൾ നമ്മൾ അധ്വാനിക്കുന്ന ഉള്ളതാണ്. PF-ലെ പൈസ നമുക്ക് അനുഭവിക്കാനുള്ളതാണ്. പല ആനുകൂല്യം അതിൽ കൊണ്ടിട്ടിട്ട് പറയും അത് എടുക്കാനായിട്ടില്ല എന്ന്. എവിടുത്തെ നിയമം? ഇതെവിടുത്തെ നിയമം? ശരിക്ക് സെക്ഷൽ ഹരാസ്മെൻറ്റ് നടത്തിയ പ്രതിക്കും അവരെ കൂട്ടു നിൽക്കുന്നവർക്കും അവർക്ക് ഒപ്പിട്ട് കൊടുക്കുന്നവർക്കും പിണറായി വിജയൻ എന്ന് പറയുന്ന നമ്മളെ കേരളത്തിലെ മുഖ്യമന്ത്രീൻ്റെ നാട്ടിൽ തന്നെ സർക്കാർ ജീവനക്കാർക്കൊരു വേശ്യാലയം തുടങ്ങിയിട്ട് അങ്ങ് ഉദ്ഘാടനം കഴിക്കുക. അപ്പം നമ്മളെപ്പോലെയുള്ള പെണ്ണുങ്ങളോട് കണ്ട
മനുഷ്യരൂപമുള്ള പെണ്ണുങ്ങളോട് വൃത്തികേട് പറയാനും ചുമരെഴുതാനൊന്നും ഈ ജീവനക്കാർ വരൂല. അവർ അസ്വസ്ഥതയാണല്ലോ അവർ പ്രകടിപ്പിക്കുന്ന എഴുതിയവനെ കൂട്ടു നിൽക്കുന്നവർ അതിലും വലിയ വൃത്തികേട് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരും ചെയ്യുന്നവരും ആയതുകൊണ്ടാണ് ഒപ്പിട്ട് കൊടുക്കുന്നതും കൂട്ടു നിൽക്കുന്നതും സംരക്ഷിക്കുന്നതും. KGOൻ്റെ നേതാക്കളും NGOൻ്റെ നേതാക്കളും എഴുതിയിട്ട പ്രതിനെ സംരക്ഷിക്കുന്നത് അവർക്കിതിലും കൂടുതൽ ആവശ്യങ്ങളുണ്ട്, നടക്കാത്ത കുറേ ആവശ്യങ്ങൾ. ഇവരിപ്പോൾ കുറേ ഗുണ്ട മാഫിയനെ കമൻറ്റോളികളായിട്ട് ഇറക്കിയിട്ടുണ്ട്. അതിലൊന്നും പ്രതിഷേധം നിൽക്കൂല. മുഖ്യമന്ത്രിൻ്റെ പേര് പറഞ്ഞിട്ട് പീഡിപ്പിക്കുന്നുണ്ട്. കേരള മുഖ്യമന്ത്രിൻ്റെ പേര് പറഞ്ഞിട്ട് എഞ്ചിനീയറിംഗ് കോളേജിൽ പീഡിപ്പിക്കുന്നു. മുഖ്യമന്ത്രിൻ്റെ പേര് പറഞ്ഞിട്ട് എന്നെ സസ്പെൻഷൻ അടിച്ചത്. മുഖ്യമന്ത്രിൻ്റെ പേര് പറഞ്ഞിട്ട് എന്നെ സസ്പെൻഷൻ അടിച്ചു. ഇത് മുഖ്യമന്ത്രി അറിഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷേ മുഖ്യമന്ത്രി ഒരു ഉപകാരം ചെയ്യണം. ഈ സർക്കാർ ഓഫീസിലെ സാധാരണ പെണ്ണുങ്ങളെ ഉപദ്രവിക്കുമ്പോൾ, അവർ പ്രതിഷേധിക്കുമ്പോൾ അവരെ പുറത്തിടുക, അവരെ ട്രാൻസ്ഫർ ആക്കുക, ഇതൊക്കെ ചെയ്യുന്നുണ്ട്. ഇതിപ്പോൾ പത്തനംതിട്ട ജില്ലയിൽ ഇതേപോലൊരു സ്ത്രീയുണ്ട്, വേറൊരു സ്ത്രീയും ഉണ്ട്. അപ്പം ആദ്യം കണ്ണൂർ തുടങ്ങിയാൽ മതി, മുഖ്യമന്ത്രീൻ്റെ നാട്ടിൽ തന്നെ ആയിക്കോട്ടെ. അതായത് സർക്കാർ ജീവനക്കാരുടെ അടുത്ത് നിന്ന് മാസം ഒരു പൈസ ഈടാക്കിക്കോ. അതിൽ വില്ലിങ്നെസ് ചോദിക്കുമല്ലോ, വില്ലിങ്നെസ് ചോദിക്കണം. മെഡിസിപ്പൊന്ന് അടിച്ചേൽപ്പിച്ച പോലെ നമ്മൾ അടിച്ചേൽപ്പിച്ചാൽ പറ്റൂല. പക്ഷെ ഇനി വില്ലിങ്നെസ് ചോദിക്കണ്ട, അല്ലാണ്ട് തന്നെ എല്ലാവരും തയ്യാറാവും. അത് ലേഡീസും ആയിക്കോട്ടെ. അവിടെയൊക്കെ ലാബിൽ പല അവിഹിതവും നടക്കുന്നുണ്ട്. അപ്പം അത് സർക്കാരിൻ്റെ പെർമിഷനോട് ആയിക്കോട്ടെ. എഞ്ചിനീയറിംഗ് കോളേജ് സിവിൽ ഡിപ്പാർട്ട്മെൻറ്റ് ലാബിൽ അവിഹിതം നടക്കുന്നുണ്ട്, നിങ്ങൾ CCTV നോക്കിക്കോ. അപ്പോൾ അവർക്കെല്ലാം കോളേജിന് പുറത്ത് പോയിട്ട് ലൈസൻസോട് കൂടി ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കേന്ദ്രം, ഒരു ഷെൽട്ടർ മുഖ്യമന്ത്രി തുടങ്ങണം. ഇവിടെ വേറെ വ്യവസായമൊന്നും 9 വർഷമായിട്ട് കേരളത്തിൽ വന്നതായിട്ട് ഞാൻ കാണുന്നില്ല. വ്യവസായികൾ ഓടിച്ചതല്ലാതെ വ്യവസായം വന്നതായിട്ട് കാണുന്നില്ല. കുറേ ഒരു നല്ലൊരു വ്യവസായി ഇവിടുന്ന് ഓടിപ്പോയിട്ടുണ്ട്. വേറെ വ്യവസായമൊന്നും വന്നതായിട്ട് എൻ്റെ ഒന്നും അറിവിലില്ല. ഞാൻ സ്ഥിരം ന്യൂസ് കേൾക്കുന്ന ഒരാളാണ്. അപ്പോൾ ഒരു കാര്യമുണ്ട്, ഇങ്ങനൊരു വ്യവസായം തുടങ്ങി കൊടുക്കുക. എത്രയോ ജോലിയില്ലാത്ത പെണ്ണുങ്ങൾ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ, വില്ലിങ്നെസ് ഉള്ളവരുണ്ടെങ്കിൽ പോവാൻ വില്ലിങ്നെസ് ഉണ്ട്, പല ആളും ഉണ്ട് എന്നുള്ളത് പരോക്ഷമായിട്ട് നമ്മളെ ദ്രോഹിച്ച് കാണിക്കുന്നുണ്ട്. അങ്ങോട്ട് പോവാൻ വില്ലിങ്നെസ്. അപ്പം അതുമായിട്ട് സഹകരിക്കാനുള്ളവരുണ്ടെങ്കിൽ മാത്രം, ആരും കയറി അറ്റാക്ക് ചെയ്യാനോ, ആരും കയറി അധിക്ഷേപിക്കാനോ, ആരും കയറി പിടിക്കാനോ, ചുമരെഴുതാനൊന്നും നിയമം അനുശാസിക്കുന്നില്ല. രാഷ്ട്രീയ ഗുണ്ടായിസത്തിൻ്റെ മേലെ അങ്ങനെ ചെയ്യുന്ന സ്ഥാപനങ്ങളുണ്ട്. അതൊക്കെ ഇവരെ ഫ്രസ്ട്രേഷനാണ്, ഇവരെ അസ്വസ്ഥത. മറ്റ് സ്ത്രീകളെ കാണുമ്പോൾ ഇവരെ അസ്വസ്ഥതയാണ് ഇവർ എഴുതിയിട്ടൊക്കെ പ്രകടിപ്പിക്കുന്നത്. അങ്ങനെയുള്ളവർക്ക് എഴുതാതെ സ്വമേധയ അവരെ കൂടെ ജോലി ചെയ്യുന്നവരാണെങ്കിൽ അവരെ കൂട്ടിയിട്ട്, അല്ലാത്ത പുറത്തുനിന്ന് കൂട്ടിയിട്ടാണെങ്കിൽ അങ്ങനെ കൂട്ടിയിട്ട്, അതിനുള്ളൊരു സുരക്ഷിതത്വവും അതിനുള്ള ചെലവും വഹിക്കാൻ പറ്റുന്ന വിധത്തിൽ ചെലവ് ആവശ്യമുള്ള സമയത്ത് വിഡ്രോ ചെയ്യാൻ ഒരു സംവിധാനം സർക്കാർ കണ്ടെത്തുക. PF പോലെ, മെഡിസിപ്പ് പോലെ കണ്ടെത്തുക. അല്ലെങ്കിൽ സർവീസ് സംഘടന ആ പേര് പറഞ്ഞിട്ട് പൈസ പിരിക്കാം. ഇങ്ങനെ ഒരു ഇത് തുടങ്ങിയിട്ടുണ്ട് സർക്കാർ ജീവനക്കാർക്ക് വേണ്ടിയിട്ട്. അങ്ങോട്ട് പോകാനുള്ളവരെ വില്ലിങ്നെസ് ചോദിക്കാം, അവരോട് പൈസയും പിരിക്കാം. അതായിരിക്കും കുറച്ചും കൂടി നല്ലത്. ഇങ്ങനെ തുടങ്ങുന്ന ഷെൽട്ടറിലേക്ക് പോവാൻ ജീവനക്കാരനെ മുൻകൈ എടുക്കാം. എന്നിട്ട് അവർ അതിന് താല്പര്യമുള്ളവരെ പൈസ പിരിക്കാം. എന്നിട്ട് ഇവരെ നേതൃത്വത്തിൽ അത് കൈകാര്യം ചെയ്യുക. ആ ഷെൽട്ടറും സംഘടന അവിടെ മെമ്പർഷിപ്പാക്കാം. നിങ്ങൾ തന്നെ കൈകാര്യം ചെയ്തോ. അപ്പം നിങ്ങൾക്ക് അവിടെ പൈസയും വേണ്ട. 2 കാര്യമുണ്ട്, നിങ്ങൾക്ക് അവിടെ പൈസയും വേണ്ട. അന്നേരം സർക്കാരിൻ്റെ പേര് പറഞ്ഞിട്ട് സർവീസ് സംഘടനകൾക്ക് ഇങ്ങനെയുള്ള സ്ഥാപനത്തിലേക്ക് പോകാൻ പൈസ വേണ്ട. പിന്നെ അവിടെ ഇരിക്കുന്ന പെണ്ണുങ്ങളെ ഭീഷണിപ്പെടുത്തിയിട്ട് നിങ്ങൾക്ക് കാര്യം നടത്താം. പിന്നെ അവിടെ ഇരിക്കുന്ന പെണ്ണുങ്ങൾക്ക് കൊടുക്കണമല്ലോ, ഒരു എമൗണ്ട് കൊടുക്കണമല്ലോ, അതിൽ നിന്ന് നിങ്ങൾക്ക് പൈസയും പറ്റാം. ഒരുപാട് ഗുണങ്ങളുണ്ട് സർക്കാരിന്. സർക്കാരിലേക്കൊരു പൈസ പോവും. എന്തിനും ടാക്സ് ഉണ്ടല്ലോ, സർക്കാരിലേക്കൊരു പൈസ പോവും. ഈ സർക്കാരിൻ്റെ പേര് പറഞ്ഞ് നടക്കുന്ന സർവീസ് സംഘടനകൾക്ക് OC കാര്യം നടത്താം.
ഇവർക്ക് അതിൻ്റെ പേരിൽ പൈസ മുക്കുക, ജീവനക്കാരെ ഭീഷണിപ്പെടുത്തിയിട്ട് പൈസ വാങ്ങുക, ഇതെല്ലാം നടത്താം. ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്, ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ. അല്ലാതെ ഏതിലോ പോകുന്ന പെണ്ണുങ്ങളെ മേലെ പിന്നെ യൂട്യൂബിൻ്റെ പേരും പറഞ്ഞ് ബോർഡ് എഴുതി വെക്കുക. അതിന് നിങ്ങൾ നിയമം വഴി നീങ്ങടോ. നിങ്ങൾ എൻ്റെ നേരെ നിയമം വഴി നീങ്ങ്. നിങ്ങൾ മുഖ്യമന്ത്രീൻ്റെ പേര് പറഞ്ഞിട്ട് എടുത്ത് പുറത്തിടുക. പിന്നെ ചുമരെഴുത്തിയ പ്രതിക്ക് കൊടുക്കുന്ന അന്ന് തന്നെ എൻ്റെ പേരിൽ നമ്പർ ഇട്ടിട്ട് എന്നെ ട്രാൻസ്ഫർ ആക്കുക. ഒരു തെമ്മടിക്ക് കൂട്ടുനിന്ന സർവീസ് സംഘടന ഉത്തരം പറയണേനി. ഈ എഞ്ചിനീയറിംഗ് കോളേജിലെ പ്രിൻസിപ്പാള് രായൻ്റെ ഗുണ്ടായിസം മുഖ്യമന്ത്രി അറിയണം. ഇങ്ങനൊരു സ്ഥാപനം ഇവന് ആദ്യം തുടങ്ങി കൊടുക്കണ്ട. രായന് ഒരു പ്രതി, FIR ഇട്ട പ്രതി സസ്പെൻഷൻ അടിക്കുന്നില്ല. 2.5 മാസം സമരം ചെയ്തിട്ട് അടിച്ചു. അന്നത്തെ ഡേറ്റിന് തന്നെ എന്നെ ട്രാൻസ്ഫർ ആക്കി. ഇതെന്ത് തെമ്മാടിത്തരം. ഞാൻ വരുന്നുണ്ട് തിരുവനന്തപുരത്തേക്ക്. ഞാൻ എത്രയും പെട്ടെന്ന് തിരുവനന്തപുരത്തേക്ക് വരുന്നുണ്ട്. നിങ്ങൾ കൂടിപ്പോയാൽ എന്നെ പിടിച്ച് ജയിലിലിടും. കൂടിപ്പോയാൽ നിങ്ങൾ കൊല്ലും. വേറൊരു പുല്ലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റൂലല്ലോ. പറ്റുമോ? മനുഷ്യന്മാരെ കൊല്ലുന്ന മൃഗത്തിനെ നിയന്ത്രിക്കാൻ പറ്റാത്ത നിങ്ങളെങ്ങനെ മനുഷ്യനെ നിയന്ത്രിക്കുന്നത്? എങ്ങനെ നിയന്ത്രിക്കും നിങ്ങൾ ഇതല്ലേ ചെയ്യൂ. നിങ്ങളെ പോലീസിനെ ഉപയോഗിച്ചിട്ട് അടിച്ചമർത്തും. നിങ്ങളെ പോലീസിനെ ഉപയോഗിച്ചിട്ട് നിങ്ങൾ ഉള്ളിൽ കൊണ്ടിടും. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ മേലുദ്യോഗസ്ഥന്മാർക്ക് പീഡിപ്പിക്കാൻ ഇട്ട് കൊടുക്കും. അതാണ് നിങ്ങൾ ചെയ്യൽ. അതുകൊണ്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് ഒറ്റ റിക്വസ്റ്റേ ഉള്ളൂ. നിങ്ങളെ നാട്ടിൽ, അതായത് മുഖ്യമന്ത്രിൻ്റെ നാട്ടിൽ സർവീസ് സംഘടനകൾ നടത്തുന്ന ഗുണ്ടായിസം എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കുക. എന്നൊക്കെ പറയാനുള്ള കാര്യം ഞാൻ ഇപ്പോൾ പറയുവാണ്. ഇനി ഞാൻ തിരുവനന്തപുരത്തേക്ക് വരൂ. അതായത് മുഖ്യമന്ത്രിൻ്റെ പേര് പറഞ്ഞിട്ട് CPMൻ്റെ പേര് പറഞ്ഞിട്ട് കണ്ണൂർ നടത്തുന്ന ഗുണ്ടായിസം, സർവീസ് സംഘടനകളെ ഗുണ്ടായിസം അവസാനിപ്പിക്കുക. എന്നെ ദ്രോഹിക്കാൻ കൂട്ടുനിന്ന് 3 ആൾ എഞ്ചിനീയറിംഗ് കോളേജിലുണ്ട്. രാജേഷ് KK, വന്ദന ശ്രീധരൻ, രാജേഷ് KL. ഈ 3 ആളെയും സർവീസിൽ നിന്ന് മാറ്റി നിർത്താം. പിന്നെ ഇങ്ങനെ എഴുതിയിടുന്നവർക്കും എഴുതിയിടുന്നവരെ കൂട്ടു നിൽക്കുന്നവർക്കും പല സർക്കാർ ഓഫീസിൽ ഇതുപോലെയുള്ള സംഭവമുണ്ട്. എൻ്റെ കൂടെ തിരുവനന്തപുരത്തേക്ക് ഇതേപോലെ ഓഫീസിൽ നിന്ന് വൃത്തികേട് നേരിട്ടിട്ട് സസ്പെൻഷൻ അടിച്ചിട്ട് പ്രതികരിക്കാതിരിക്കാൻ വേണ്ടി പുറത്തിട്ട് വേറെയും 2 ലേഡീസ് ഉണ്ട്. ഇപ്പം തളിപ്പറമ്പിൽ ഒരാൾ ആത്മഹത്യ ചെയ്തു. നമ്മൾ ആത്മഹത്യ ചെയ്യാതെ നിൽക്കുന്നത് ഇത് പുറംലോകം അറിയാൻ വേണ്ടിയിട്ടാണ്. കാരണം സർവീസ് സംഘടനകളും മേലുദ്യോഗസ്ഥന്മാരും കാണിക്കുന്ന ഗുണ്ടായിസം എന്തായാലും 4 ആളെ അറിയിക്കണം. പിന്നെ മുഖ്യമന്ത്രീൻ്റെ പേര് പറഞ്ഞിട്ടാണ് എന്നെ ദ്രോഹിക്കുന്നത്. അത് മുഖ്യമന്ത്രി മനസ്സിലാക്കണം. എഴുതിയവന് കുറ്റമില്ല, എഴുതിയവന് കൂട്ടുന്നതിന് കുറ്റമില്ല. ഞാൻ പല പ്രാവശ്യം പോയിട്ട് പറഞ്ഞിട്ട് മടക്കിയതിന് കുറ്റമില്ല. ഞാൻ ഗേറ്റിന് പുറത്ത് 2 ദിവസം ഇരുന്നിട്ട് FIR ഇടിച്ചു. FIR ഇട്ട പ്രതിനെ യാതൊരു ഉളുപ്പുമില്ലാതെ, ഒരു ഉപാധി ഇല്ലാതെ, ഒരു വാണിംഗ് ലെറ്റർ പോലും കൊടുക്കാതെ പിന്നെയും എൻ്റെ കൂടെ ജോലി ചെയ്യാൻ അനുവദിച്ചു. രജിസ്റ്ററിൻ്റെ രേഖയുണ്ട് കോളേജിൽ. ഇനിയിപ്പം ഇതെല്ലാം ഞാൻ ബോധിപ്പിക്കാൻ ഞാൻ ലക്ഷങ്ങളും കൊണ്ട് കോടതി പോകണം. ഞാൻ പോവില്ല. ഞാൻ നേരെ വരുന്നത് മുഖ്യമന്ത്രീൻ്റെ അടുത്തേക്കാണ്. ഇതുപോലെയുള്ള സംഭവങ്ങൾ ഇനി ആവർത്തിക്കാതിരിക്കാനും, പെണ്ണുങ്ങളെ ദ്രോഹിക്കാതിരിക്കാനും, പെണ്ണുങ്ങളോട് വൃത്തികേട് പറയാതിരിക്കാനും, തൊഴിലിടങ്ങളിൽ പെണ്ണുങ്ങളെ ദ്രോഹിക്കാതിരിക്കാനും സർക്കാർ ലൈസൻസോടെ കണ്ണൂർ ജില്ലയിൽ എത്രയും പെട്ടെന്ന് കണ്ണൂർ ടൗണിൽ മുഖ്യമന്ത്രീൻ്റെ നേതൃത്വത്തിൽ ഒരു വേശ്യാലയം തുടങ്ങണം. എന്നിട്ട് ഏറ്റവും അസ്വസ്ഥതയില്ല ഒരാളെ കൊണ്ട് അത് ഉദ്ഘാടനം ചെയ്യിപ്പിക്കണം. അതേപോലെ ഇങ്ങനെ പ്രതിപ്പട്ടിക ഉണ്ടാവുമല്ലോ, സർക്കാർ ജീവനക്കാർ ഇങ്ങനെ നേരിട്ടൊരു പ്രതിപ്പട്ടിക ഉണ്ടാവും. അതിൽ എത്രയും ഗുരുതരമായ വീഴ്ച ചെയ്ത ഒരു നാറിനെ കൊണ്ട് അതിൻ്റെ ഉദ്ഘാടനവും ചെയ്യിപ്പിക്കണം. അതിന് സർക്കാർ മുൻകൈ എടുക്കണം. മുഖ്യമന്ത്രീൻ്റെ പേര് പറഞ്ഞിട്ട് എന്നെ ദ്രോഹിക്കുന്നു. അത് മുഖ്യമന്ത്രി അറിയാൻ ഞാനിപ്പോൾ നിങ്ങൾക്ക് ഇങ്ങോട്ട് വരാൻ സമയമില്ല. ഞാൻ അങ്ങോട്ട് വരാം. എൻ്റെ കൂടെ വേറെ 2 ലേഡീസും ഉണ്ട്. ഞാൻ അങ്ങോട്ട് വരാം. ഇത് വളരെ നിർബന്ധമായ കാര്യമാണ്. ഇതിൽ നിങ്ങൾ യാതൊരു വിധത്തിലെ കോംപ്രമൈസും പിന്നെ അർഹിക്കുന്നില്ല. 3 മാസമായി പീഡനം. പീഡിപ്പിക്കുന്ന ആളും പീഡനത്തിന് കൂട്ടുനിന്നാളും ഇത് അറിഞ്ഞ് മറച്ചു വെക്കുന്നവർക്കും ഒരേ ശിക്ഷയാണ് എന്നാണ് ഞാൻ പഠിച്ചത്. നമ്മൾ ഒരാളെടുത്ത് പോയി പറഞ്ഞാൽ അത് മറച്ചു വെക്കുന്നവർക്ക് ശിക്ഷയുണ്ട്. നമ്മൾ ആദ്യം പോയി പറഞ്ഞിട്ട് അത് മൈൻഡ് ചെയ്യാത്തവർക്ക് ശിക്ഷയുണ്ട്. ചെയ്താക്കും ശിക്ഷയുണ്ട്. അപ്പം നമ്മളെ പൈസയും വാങ്ങി, നമ്മളെ ടാക്സും വാങ്ങി, നമുക്കെന്തോ നക്കാപ്പിച്ച ഇങ്ങനെ ധർമ്മം തന്ന്
നമ്മളോട് നിർബന്ധമായിട്ട് ഭീഷണിപ്പെടുത്തി പൈസ വാങ്ങുന്ന സർവീസ് സംഘടനയും നമ്മളെ ടാക്സ് വാങ്ങിയിട്ട് ഭരിക്കുന്ന സർക്കാരും നമ്മളെ തൊഴിലിടങ്ങളിൽ ഉപദ്രവിക്കുന്നതിന് കണ്ണടച്ചിട്ട് മൗനസമ്മതം കൊടുക്കുന്ന കണ്ണൂരെ ലോബി എല്ലാവരും ഈ മാതിരിയുള്ള സംഭവങ്ങൾ അറിയണം. നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഉപദ്രവിക്കാൻ വരുമോ, ഒരുത്തനെ കൊണ്ട് കമൻ്റ് ഇടിക്കൊന്നും ചെയ്താൽ ഇവിടെ ഒരു പ്രശ്നവുമില്ല. നിങ്ങൾ യൂട്യൂബ് ചാനൽ പൂട്ടിച്ചാലും ഇവിടെ പ്രശ്നമില്ല. നിങ്ങൾ കൊന്നാലും പ്രശ്നമില്ല, ഒന്നുമില്ല. ജീവിച്ചിരിക്കുമ്പോൾ നിങ്ങൾ അഴിമതിക്ക് ഞാൻ കൂട്ടു നിൽക്കൂല. ജീവിച്ചിരിക്കുമ്പോൾ സർവീസ് സംഘടനകളെ അഴിമതിക്ക് ഞാൻ കൂട്ടു നിൽക്കൂല. ഞാൻ പ്രതികരിക്കും. ഞാൻ ഒറ്റക്ക് വിജയം കണ്ടെത്തും. ഞാൻ കോടതി പോവാതെ ഒറ്റക്ക് വിജയം കണ്ടെത്തും. കാരണം എൻ്റെ ഭാഗത്ത് തെറ്റില്ല. എനക്കൊരു വക്കീലും ഒരു പൈസയും ഒരു സ്ഥലവും വേണ്ട. എൻ്റെത് വാദിക്കാൻ ഞാൻ മതി. എൻ്റെത് വാദിക്കാൻ ഞാൻ മതി. ഒരു ദിവസം വരുന്നുണ്ട്, അടുത്തൊരു ദിവസം വരുന്നുണ്ട്. നമുക്കവിടെ വന്ന് പറയാൻ പറ്റിയൊരു ദിവസം അടുത്ത് വരുന്നുണ്ട്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് മുഖ്യമന്ത്രിയോടുള്ള അപേക്ഷ ഇതാണ്, അങ്ങനെ ഒരു സ്ഥാപനം തുടങ്ങാം. നിങ്ങളെ പേര് പറഞ്ഞിട്ട് പുറത്താക്കി എനിക്ക് എത്രയും പെട്ടെന്ന്, അതായത് മുഖ്യമന്ത്രിൻ്റെ പേര് പറഞ്ഞിട്ട് എന്നെ പുറത്താക്കിയിട്ടുള്ളത് ഞാൻ പല പ്രാവശ്യം ഇത് പറഞ്ഞു, പല വീഡിയോയിൽ പറഞ്ഞു, പല 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 പ്രതിഷേധത്തിലൂടെ ഞാൻ ഇത് മുഖ്യമന്ത്രിയുടെ മുന്നിൽ വെക്കുന്ന 11-12 ദിവസമായി. എന്നിട്ട് ഇതുവരെ അനങ്ങിയിട്ടില്ല എന്നല്ലാതെ കൂടുതൽ അറ്റാക്ക് ചെയ്യുന്നു കോളേജിൽ നിന്ന്, കൂടുതൽ അറ്റാക്ക് ചെയ്യുന്നു കോളേജിൽ നിന്ന്, എന്നെ കൂടുതൽ ഇൻസൾട്ട് ചെയ്യുന്നു കോളേജിൽ നിന്ന്. എനിക്കൊരു തരത്തിലും നീതിയില്ല. മുഖ്യമന്ത്രിൻ്റെ പേര് പറഞ്ഞിട്ട് എന്നെ സസ്പെൻഷൻ അടിച്ചു. പ്രതിക്കും എനക്കും ഒരേ നടപടി. എന്നെ സെക്ഷൽ ഹരാസ്മെൻറ്റ് ചെയ്ത പ്രതിക്കും എനക്കും ഒരേ നടപടി. ഒരുത്തന് സസ്പെൻഷൻ, മറ്റേക്ക് ട്രാൻസ്ഫർ. ഒരു 10 മണിക്കൂറിന് ശേഷം മുഖ്യമന്ത്രിൻ്റെ പേര് പറഞ്ഞിട്ട് എന്നെ സസ്പെൻഷനും അടിച്ചു. മുഖ്യമന്ത്രി പറയണ ഉത്തരം, കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയണ ഉത്തരം. പിണറായി വിജയൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രിൻ്റെ കേരളത്തിൽ ഒരു മുഖ്യമന്ത്രി ഭരിക്കുന്നുണ്ട്. മുഖ്യമന്ത്രിൻ്റെ നാട് കണ്ണൂരാണ്, ഞാനും കണ്ണൂരാണ്. നിങ്ങളുടെ ജില്ലയിൽ, മുഖ്യമന്ത്രിൻ്റെ ജില്ലയിൽ മുഖ്യമന്ത്രിൻ്റെ പേര് പറഞ്ഞിട്ട് പീഡിപ്പിക്കുന്നു. ഇതൊരു അറിയണം, ഇതെല്ലാം പബ്ലിക് അറിയണം. മുഖ്യമന്ത്രിൻ്റെ നാട്ടിൽ മുഖ്യമന്ത്രിൻ്റെ പേര് പറഞ്ഞ് പീഡിപ്പിക്കുന്നു. ഇതെവിടെ നടക്കുന്നത്? ഇതാരംഗീകരിക്കുന്നത്? ഞാൻ എന്നിട്ട് കോടതി പോകണോ? ഞാൻ പണവും എടുത്ത് കോടതി വരാന്ത കയറി ഇറങ്ങി വക്കീലന്മാരെയും കണ്ട് തൊഴുത് നടക്കണോ? നടക്കൂല, ഒരിക്കലും നടക്കൂല. 3 പ്രതികൾ ആദ്യം പുറത്തിട്. ഒരു പ്രതിനെ നിങ്ങൾ സസ്പെൻഷൻ അടിച്ചു, ബാക്കി 3 ആളെ സസ്പെൻഷൻ അടിക്ക്. എൻ്റെ സസ്പെൻഷൻ പിൻവലിക്ക്. ഞാൻ വരാം തിരുവനന്തപുരത്തേക്ക്, ഞാൻ അങ്ങോട്ട് വരാം. 4 ആൾ അറിയട്ട്. ഇതിവിടെ മാത്രം എന്തിനാ ഒതുങ്ങുന്നത്? 4 ആൾ അറിയട്ട്. ആഘോഷമായിട്ട് തന്നെ നടക്കട്ട്. മുഖ്യമന്ത്രിൻ്റെ പേരിൽ ഒരു ലേഡീനെ പീഡിപ്പിക്കുന്നുണ്ടെങ്കിൽ അത് ആഘോഷമായിട്ട് നടക്കട്ട്. ഇതിനെ നമ്മൾ ചുരുക്കുന്നത്. എന്തെല്ലാം നിങ്ങൾ ആഘോഷിക്കുന്നു? നമ്മളെപ്പോലെ ഇല്ലവർക്ക് തരാനില്ല ആനുകൂല്യത്തിലല്ലേ നിങ്ങൾക്ക് പിശുക്ക്. നിങ്ങൾ എന്തെല്ലാം കാര്യത്തിൽ അർമാദിക്കുന്നു. അപ്പം ഈ ഒരു അർമാദും കൂടി അവിടെ ആയിക്കോട്ടെ. കുറച്ച് പോലീസുകാർ എന്നെ പിടിച്ച് ഉപദ്രവിക്കട്ടെ, എന്നെയല്ല വേറെ 2 ആളെയും കൂടി. അപ്പം നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ചെയ്തോ. നമ്മൾ അങ്ങോട്ട് വരാം. ഇങ്ങോട്ട് വരാൻ സമയമില്ലല്ലോ, അങ്ങോട്ട് വരാം. ഇവിടെ എൻ്റെ അടുത്ത് വന്നിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ആഴ്ച. ഞാൻ കാണാൻ പോയിട്ടില്ല. ആരെയും കാണാൻ പോകേണ്ട ആവശ്യമില്ല, ഒരാളെയും നമ്മൾ കാണാൻ പോകേണ്ട ആവശ്യമില്ല. നമ്മൾ വോട്ട് ചെയ്യുന്ന, നമ്മൾ ടാക്സ് അടക്കുന്ന, ഇങ്ങോട്ടും കാണാം, ഇങ്ങോട്ടും ചോദിക്കാം എന്താ പ്രശ്നം എന്ന്. അങ്ങോട്ട് തന്നെ കാണാൻ പോകണമെന്ന് ഏത് ഇതെല്ലാം എഴുതി വെച്ചിരിക്കുന്നത്? അങ്ങനെ ഇലക്ഷനൊക്കെ നേരിടുമ്പോൾ നിങ്ങൾ പറയണം നമ്മളെ ഒന്നും കാണാൻ പറ്റൂല, നമ്മളൊക്കെ കാണാൻ വരുമ്പോൾ നിങ്ങൾ ലെറ്റർ വാങ്ങണം, നമ്മളെ കാണാൻ വരുമ്പോൾ ഇന്ന റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്, നമ്മളൊന്നും നിങ്ങൾക്ക് കാണാൻ പറ്റൂല എന്ന് പറഞ്ഞിട്ട് വേണം വോട്ട് വാങ്ങാൻ. ഒരുപാട് പറയാനുണ്ട്, സമയം കൂടിപ്പോയി. അതുകൊണ്ട് കണ്ണൂർ വേശ്യാലയത്തിൻ്റെ കാര്യം മറക്കണ്ട മുഖ്യമന്ത്രി. അടുത്ത വീഡിയോയിൽ കാണാം. ഉച്ചക്ക് അടുത്ത കാര്യം പറയാനുണ്ട്, ഒരുപാട് കാര്യം പറയാനുണ്ട്. സൈബർ ആക്രമണമെല്ലാം ഞാൻ നേരിട്ടോളാം. ഞാൻ അങ്ങോട്ട് വരാം. മുഖ്യമന്ത്രിൻ്റെ തിരക്ക് ഞാൻ മാനിക്കുന്നു. ഞാൻ മുഖ്യമന്ത്രിൻ്റെ അടുത്തേക്ക് വരാം. നേരിട്ട് കാണാനൊന്നും വരില്ല. ഞാനും ടാക്സ് അടക്കുന്നു. എന്നെ അനധികൃതമായിട്ട് മുഖ്യമന്ത്രിൻ്റെ പേര് പറഞ്ഞ് പുറത്താക്കിയതാ. മുഖ്യമന്ത്രി എന്നെ കാണാൻ വരും. പക്ഷേ ഞാൻ എളുപ്പമാക്കി തരാം. ഇത്രയും ദൂരം വരണ്ട, ഞാൻ കുറച്ച് സൗകര്യമാക്കി തരാം. ഞാൻ അങ്ങോട്ട് കാണാൻ ഏതായാലും വരില്ല, ഞാൻ പുറത്തുണ്ടാവും. അടുത്തേക്ക് നിങ്ങൾ ആൾക്കാരെ വിട്ടാലും മതി. മുഖ്യമന്ത്രി വരണമെന്നില്ല, നിങ്ങൾ ആൾക്കാരെ വിട്ടാലും മതി.
സർവീസ് സംഘടനേൻ്റെ ഗുണ്ടായിസ് അവസാനിപ്പിക്കാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ, ഞാനൊന്ന് ശ്രമിക്കട്ടെ. ഇങ്ങനെയുള്ള തെമ്മാടിത്തരം അനുവദിച്ചു കൊടുത്തൂടാ, ഞാൻ ഒറ്റയ്ക്ക് മതി.